പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം ഇന്നലെ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ സമരം അരങ്ങേറിയ വിവിധ സംസ്ഥാനങ്ങളിൽ സൈന്യം ഫ്ലാഗ് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വടക്ക് കിഴക്കൻ ദില്ലി, ഷഹീൻബാഗ്, ജാമിയ തുടങ്ങിയ ദില്ലിയിലെ സെൻസിറ്റീവ് ഏരിയകളിലെല്ലാം സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ ദില്ലിയുടെ ചില ഭാഗങ്ങളിലാണ് ഈ ഫ്ലാഗ് മാർച്ച് നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരുവിഭാഗത്തിൽ, അതായത് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്ന ഇരുവിഭാഗക്കാരോടും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് നോർത്ത് ഈസ്റ്റ് ദില്ലി DCP ജോയ് ടിർക്കി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ പൗരത്വ പ്രക്ഷോഭവുമായി പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളവരെല്ലാം തങ്ങൾ ടാഗ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ശക്തമായി തന്നെ തങ്ങൾ അതിനെ നേരിടുമെന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ UP-യിലും സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിരിക്കുന്നു. UP-യിലെ ഗൗതം ബുദ്ധനഗർ പോലീസ് നോയിഡയിൽ ഫ്ലാഗ് മാർച്ച് നടത്തിയിരിക്കുന്നു. ആസാമിലും സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിരിക്കുന്നു. ആസാം, UP, ഒപ്പം തന്നെ ബംഗാൾ, ദില്ലി തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു ഒന്നാം പൗരത്വ ഭേദഗതി സമരം കത്തിനിന്നത്. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ചില സംഘടനകൾ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വിജ്ഞാപനം ഇറങ്ങിയതോടുകൂടി തന്നെ ഈ മോദി സർക്കാരിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് നിറവേറ്റപ്പെട്ടത്. ഇത് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പൗരത്വ ഭേദഗതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നവരുടെ വലിയ പ്രകടനങ്ങൾ തന്നെ നടക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നും നാളെയും ഒക്കെയായി അനവധി പ്രക്ഷോഭ പരിപാടികൾ LDF-ഉം UDF-ഉം മറ്റനുബന്ധ സംഘടനകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്ന സംഘടനകളും ചില പ്രകടനങ്ങളും മറ്റും നടത്തുവാനുള്ള തീരുമാനത്തിലാണ്. ഏതായാലും രാജ്യം വീണ്ടും പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.